പണ്ടൊക്കെ മാമ്പഴക്കാലായാല് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ ഒഴിച്ചുകൂടാനാവാത്തൊരു കറി. സീസണലായിട്ട് മാത്രം കിട്ടുന്നത് കൊണ്ട് തന്നെ മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട കറികളിലൊന്ന്. പല രുചികൾ ഒന്നിച്ചു ചേർന്ന കേരളത്തിന്റെ സ്വന്തം മാമ്പഴ പുളിശ്ശേരി. കുക്കിംഗ് വീഡിയോസ് വളരെ ഷോർട്ടായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ലപോലെ പഴുത്ത മധുരമുള്ള 5 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഏത് മാങ്ങയും മാമ്പഴപ്പുളിശ്ശേരി വെക്കാൻ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയാണ് മാമ്പഴ പുളിശ്ശേരിയിലെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ ഗ്ലാസ് നിറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാങ്ങ സ്ലൈസ് ചെയ്യാണ്ട് അങ്ങനോടെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ സ്ലൈസ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിനി സ്റ്റൗമ്മ വെച്ച് നല്ലപോലെ ഒന്ന് കുറുകി ഇതേപോലെ ഒന്ന് വറ്റി വരണം. മാമ്പഴം അടുപ്പത്തിരുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റൊരു കൂട്ടുണ്ടാക്കാം. അതിനായി ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ട് ചെരുകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 15 വെളുത്തുള്ളി അല്ലിയുമാണ് ചേർക്കുന്നത്. ഇതിനി നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ലിറ്റർ തൈരാണ്. ചെറിയ പുളിയുള്ള തൈര് മാത്രം എടുക്കുക. പുളി അധികമുള്ള തൈര് ഉപയോഗിക്കാൻ പാടില്ല. നാളികേരത്തിൻ്റെ മിക്സായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇത് നമുക്ക് ഡയറക്റ്റ് മാമ്പഴം വേവിച്ച് വെച്ചതിലേക്ക് ഒഴിക്കാം. തൈരും കൂടി ചേർത്ത മിക്സ് ആയതുകൊണ്ട് അധികം നേരം തിളപ്പിക്കാൻ വെക്കരുത്. തൈര് അധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തിളപ്പിക്കരുതെന്ന് പറയുന്നത്. ചെറുതായി ഒന്ന് തിള വന്നാൽ മതിയാകും. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ശരിക്കും മാമ്പഴപ്പുളിശ്ശേരിക്ക് അതിൻ്റെ ടേസ്റ്റ് വരെ അത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. പിറ്റേ ദിവസം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്ത് ആ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി ചോറിന് ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഇതേപോലെ ചെറിയൊരു തള വന്നാൽ നമുക്ക് അപ്പം തന്നെ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കലാണ്. താളിച്ചെടുക്കുന്നത് പലരും പല തരത്തിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. എണ്ണ ചൂടാക്കാൻ വെച്ചതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളകും ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് താളിക്കാം. ഇത് താളിച്ചെടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റിനെങ്കിലും അടച്ചു വെക്കണം. എന്നാലേ എൻ്റെ ഫ്ലേവർ കറക്റ്റ് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ കാര്യമാണ്. അത് തൈരിൻ്റെ പുളിക്കും മാങ്ങയുടെ പുളിക്കും അനുസരിച്ച് ഉപ്പിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾ ടേസ്റ്റ് നോക്കി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർത്തുണ്ടാക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.